എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പ്രേമം എപ്പിസോഡ് 60 എല്ലാവർക്കും സ്വാഗതം. സിദ്ധാർത്ഥിൻ്റെ അമ്മ പോയപ്പോൾ നീലിമ കുറേ സമയം അവിടെ തന്നെ നിന്നു. സിദ്ധാർത്ഥിൻ്റെ അടുത്തേക്കായിരിക്കും അവർ പോയിട്ടുണ്ടാവുക എന്നവൾ ചിന്തിക്കുകയാണ്. മകനൊരു കുട്ടിയുള്ള സ്ത്രീയുടെ കൂടെ താമസിക്കുന്നറിയുമ്പോൾ അവരൊട്ടും തന്നെ സമ്മതിക്കില്ല. സിദ്ധാർത്ഥ് തന്നെ വിവാഹം കഴിച്ച കാര്യം അറിയുമ്പോൾ എന്താണ് ഗീത പറയാൻ പോകുന്നതെന്ന് അവൾ ആലോചിച്ച് ടെൻഷനടിച്ച് നിൽക്കുവാണ്. എന്തായിരുന്നാലും സിദ്ധാർത്ഥിനൊരു പ്രശ്നവും വരാതെ എല്ലാം നേരിടണം എന്ന് അവൾ ആലോചിച്ച് നിൽക്കുവാണ്. സിദ്ധാർത്ഥ് ഓഫീസിൽ ക്യാബിനിൽ അവൻ്റെ ജോലിയിലായിരുന്നു. അപ്പോൾ അസിസ്റ്റൻ്റ് അവിടേക്ക് കയറി വന്നു. സാർ, ഗീത മേഡം കാണാൻ വന്നിട്ടുണ്ട് എന്ന് അസിസ്റ്റൻ്റ് പറഞ്ഞപ്പോൾ അത് കേട്ട് സിദ്ധാർത്ഥ് ആശ്ചര്യത്തോടെ തല ഉയർത്തി. അമ്മ ഇങ്ങോട്ടേക്ക് വന്നോ? എപ്പോ? എന്തിനാ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അന്നേരം ചോദിക്കുന്നുണ്ട്, അമ്മയോ ഇങ്ങോട്ടേക്കോ എന്തിനാ? സിദ്ധാർത്ഥ് അത് ചോദിച്ചു തീരുമ്പോഴത്തേക്കും ഗീത അവിടേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് അസിസ്റ്റൻ്റ് അവരോട് നമസ്കാരം പറയുന്നു. അതിനുശേഷം അസിസ്റ്റൻ്റ് അങ്ങോട്ടേക്ക് പോയിരിക്കുന്നു. അന്നേരം സിദ്ധാർത്ഥ് ചോദിക്കുവാണ്, അമ്മ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേ? അന്നേരം ഗീത പറയുന്നുണ്ട്, അതെന്താ, എനിക്ക് ഇങ്ങോട്ടേക്ക് വന്നൂടെ? ഇവിടേക്ക് വരാൻ പാടില്ലേ എന്ന് ഗീത ചോദിച്ചു. അന്നേരം സിദ്ധാർത്ഥ് ചോദിക്കുന്നുണ്ട്, അതല്ല അമ്മേ, ഇത് ഓഫീസ് ടൈം അല്ലേ? അന്നേരം ഗീത പറയുകയാണ്, എനിക്കൊരു കാര്യം അറിഞ്ഞേ പറ്റുള്ളൂ എന്ന്. അത് കേട്ട് സിദ്ധാർത്ഥ് അമ്മയെ നോക്കി. എന്നിട്ട് ചോദിക്കണം, എന്താ അമ്മയ്ക്ക് പറയാനുള്ളത്? ചോദിക്ക്, സിദ്ധാർത്ഥ് പറഞ്ഞു. ഗീത അപ്പോഴത്തേക്കും ഒന്ന് സൈലൻ്റായി. ഗീത എന്നിട്ട് ചോദിക്കുന്നുണ്ട്, സിദ്ധാർത്ഥ്, നിന്റെ കൂടെ എപ്പോൾ മുതലാണ് നീലിമ താമസിക്കാൻ തുടങ്ങിയതെന്ന്? എന്താ നിങ്ങൾ തമ്മിലുള്ള ബന്ധം? ഗീത അത് ചോദിച്ചത് കേട്ട് സിദ്ധാർത്ഥ് അമ്പരന്ന് പോയിരിക്കുന്നു. അന്നേരം സിദ്ധാർത്ഥ് ആലോചിക്കുന്നുണ്ട്, വീട്ടുകാരിൽ നിന്ന് ഞാൻ ആ കാര്യം മറച്ചു വെച്ചു. ഇപ്പോൾ ഇതെങ്ങനെ അറിഞ്ഞിരിക്കുന്നു അമ്മ എന്ന് സിദ്ധാർത്ഥ് ചിന്തിച്ച് നിൽക്കുവാണ്. അന്നേരം ഗീത ചോദിക്കുവാണ്, നീ കൂടുതലൊന്നും ആലോചിച്ച് നിൽക്കണ്ട. നിന്റെ ഫ്രണ്ട് ഇല്ലേ ലാവണ്യ, അവളാണ് എന്നോട് ഈ കാര്യം പറഞ്ഞതെന്ന്. ഗീത പറഞ്ഞത് കേട്ട് സിദ്ധാർത്ഥ് ദേഷ്യത്തോടെ ലാവണ്യയെക്കുറിച്ച് ഓർക്കുന്നു. അവൾക്ക് എന്താണ് അമ്മയോട് ഈ കാര്യങ്ങളൊക്കെ ചെന്ന് പറയേണ്ട ആവശ്യം? സിദ്ധാർത്ഥ് ആലോചിച്ചു. അവൾക്ക് വേറെ ഒരു പണിയില്ലേ, അവളെ ഞാനിനി കാണട്ടെ എന്ന് സിദ്ധാർത്ഥ് മനസ്സിൽ ആലോചിക്കുകയാണ്. എന്നിട്ട് ദേഷ്യത്തോടെ മനസ്സിലിങ്ങനെ പറയുകയാണ്, ഇനി അവളെ കാണട്ടെ എന്ന്. അപ്പോൾ ഗീത പറയുന്നുണ്ട്, സിദ്ധാർത്ഥ്, നീ ദേഷ്യത്തോടെ ഒന്നും നിൽക്കണ്ട, നീയല്ലേ തെറ്റ് ചെയ്തതെന്ന്. ലാവണ്യ എന്തിനാ കുറ്റം പറയുന്നതെന്ന് പറയുന്നുണ്ട്. നിന്റെ കൂടെയാണ് നീലിമ ഉള്ളതെന്നും നിന്റെ കൂടെ താമസിക്കുന്നത് നീലിമയാണെന്നുള്ള കാര്യം നീയാണ് മറച്ചു വെച്ചത്. അപ്പോൾ നീയാണ് തെറ്റുകാരൻ. നീ അതിന് ലാവണ്യെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. അന്നേരം സിദ്ധാർത്ഥ് പറയുവാണ് ഗീതയോട്, അമ്മ എന്തിനാ കണ്ടവളന്മാരുടെ വാക്കം കേട്ട് ഇങ്ങോട്ടേക്ക് വന്ന് വീട്ടിലേക്ക് ചെന്ന് അന്വേഷിച്ചത്? സമയമാകുമ്പോൾ ഞാൻ തന്നെ അങ്ങ് പറഞ്ഞോളും. അല്ലെങ്കിൽ പറയുന്നത് കേട്ട് ഓരോ കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ട് വരേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ എന്ന് ഗീതയോട് സിദ്ധാർത്ഥ് ചോദിക്കുന്നുണ്ട്. എത്ര ദേഷ്യം വന്നാലും സിദ്ധാർത്ഥ് അമ്മയോട് ഒട്ടും ദേഷ്യത്തോടെ സംസാരിക്കുന്നവൻ അല്ലായിരുന്നു. പക്ഷേ അവൻ എന്തിനാണ് ഇത്രയ്ക്ക് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നത്? ഇത് ആദ്യമായിട്ടാണെന്ന് ഗീത ആലോചിക്കുവാണ്. അതിൽ ഗീതയ്ക്ക് അല്പം വിഷമം തോന്നുന്നുണ്ട്. അത് ശ്രദ്ധിച്ച സിദ്ധാർത്ഥ് ഉടനെ അമ്മയെ നോക്കി പറയുന്നുണ്ട്, അമ്മ, ഞാൻ പറയുന്നത് കേൾക്ക്, വെറുതെ ഓരോന്നും സങ്കല്പിക്കാതെ. അഥവാ ഞാനും നീലിമയും തമ്മിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ എന്താ കുഴപ്പം? നീലിമ നല്ല കുട്ടിയല്ലേ എന്ന് ഗീതയോട് ചോദിക്കുന്നുണ്ട്. അമ്മയ്ക്കും അവളെ ഇഷ്ടമല്ലേ? നീലിമയെക്കുറിച്ച് ഗീതയ്ക്ക് എന്താണ് അഭിപ്രായം എന്നറിയാൻ കൂടിയായിരുന്നു സിദ്ധാർത്ഥ് അങ്ങനെ ചോദിച്ചത്. അന്നേരം ഗീത പറയുവാണ്, മോനെ, നീലിമ നല്ല എന്നല്ല അമ്മ പറയുന്നത്. എത്രയായിരുന്നാലും അവൾ ഒരുത്തൻ്റെ കുട്ടിയുടെ അമ്മയാണ്. അങ്ങനെയുള്ള ഒരു പെണ്ണിനെ കൂടെ താമസിപ്പിക്കാൻ ഉള്ള ഗതികേട് നിനക്കുണ്ടോ? ഗീത ശബ്ദം താഴ്ത്തി ചോദിച്ചു. അന്നേരം സിദ്ധാർത്ഥിന്റെ ക്ഷമ അപ്പോഴേക്കും നശിച്ചിരുന്നു. അശ്വിനെക്കുറിച്ച് മറ്റൊരുത്തൻ്റെ കുട്ടിയെന്ന് പറഞ്ഞത് കേട്ടപ്പോൾ സിദ്ധാർത്ഥിന് ദേഷ്യം വരുന്നുണ്ട്. അവൻ അതൊട്ടും ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. എന്നിട്ട് സിദ്ധാർത്ഥ് ദേഷ്യത്തോടെ പറയുവാണ്, അമ്മ മതിയാക്ക്. അശ്വിനെ അമ്മയ്ക്ക് ഇഷ്ടമായിരുന്നല്ലോ, ഇപ്പോൾ അത് വല്ലവരുടെയും കുട്ടിയായോ എന്ന് സിദ്ധാർത്ഥ് ചോദിച്ചു. അന്നേരം ഗീത പറയുവാണ്, എൻ്റെ പൊന്നു സിദ്ധു, നിനക്കെന്താ ബോധമില്ലേ? ഞാൻ എന്താണ് പറയുന്നതെന്ന് നീ ആദ്യം മനസ്സിലാക്ക്. അശ്വിനെ എനിക്ക് ഇഷ്ടമല്ലെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ആ കുഞ്ഞിനെ എനിക്ക് ഇഷ്ടമാണ്. എന്നാലും എൻ്റെ മോൻ്റെ കുട്ടിയായി എനിക്ക് അവനെ കാണാൻ കഴിയില്ല. അന്നേരം സിദ്ധാർത്ഥ് പറയുവാണ്, അമ്മയോട് ഞാൻ അവനെ അംഗീകരിക്കാൻ പറഞ്ഞായിരുന്നു. അതുപോലെ തന്നെ നീലിമയുടെ കാര്യം, അതും എൻ്റെ കാര്യമാണ്. അതിലും അമ്മ ഇടപെടേണ്ട ആവശ്യമില്ല. സിദ്ധാർത്ഥിൻ്റെ രൂക്ഷമായ സൗണ്ട് കേട്ട് ഗീത ഞെട്ടി നിൽക്കുവാണ്. അന്നേരം സിദ്ധാർത്ഥ് ചിന്തിക്കുന്നുണ്ട്, അമ്മയോട് അത്ര
ദേഷ്യത്തിൽ സംസാരിക്കണമെന്ന് കരുതിയതല്ല. പക്ഷെ നീലിമയുടെ കാര്യം വന്നപ്പോൾ എന്തുകൊണ്ടോ അവൻ അറിയാതെ ദേഷ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അവൾക്ക് വേണ്ടി സംസാരിക്കാൻ വേറെ ആരുമില്ലെന്ന് സിദ്ധാർത്ഥിന് അറിയാം. അന്നേരം ഗീത ചോദിക്കുന്നുണ്ട്, എൻ്റെ കാര്യം നിന്റെ കാര്യം എന്നൊക്കെ വേർതിരിച്ച് കാണാൻ നീ തുടങ്ങിയല്ലേ സിദ്ധു എന്ന്. എന്തായാലും നടക്കട്ടെ എന്ന് ഗീത പറയുന്നുണ്ട്. അന്നേരം സിദ്ധാർത്ഥ് പറയുന്നുണ്ട്, അമ്മയൊന്ന് പോകുന്നുണ്ടോ? സിദ്ധാർത്ഥ് സഹികെട്ട് പറഞ്ഞു. അപ്പോൾ ഗീത പറയുവാണ്, സിദ്ധാർത്ഥ്, നീ നിന്റെ കുടുംബം വെച്ചാണ് കളിക്കുന്നതെന്ന്. നീ ഒരു കുട്ടിയുള്ള പെണ്ണിന്റെ കൂടെയാണ് താമസമെന്ന് നാട്ടുകാരറിഞ്ഞാൽ എന്തായിരിക്കും ഉണ്ടാകുന്നത് നിനക്കറിയാമോ? അന്നേരം സിദ്ധാർത്ഥ് പറയുന്നുണ്ട്, അമ്മ അതിനെക്കുറിച്ച് ആലോചിച്ചൊന്നും ഇരിക്കണ്ട, ആ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം, അമ്മ ഇപ്പോൾ പൊക്കോ എന്ന് സിദ്ധു പറയുന്നുണ്ട്. ഞാൻ വീട്ടിലേക്ക് വരുന്നുണ്ട്, അപ്പോൾ നമുക്ക് ഈ കാര്യത്തെപ്പറ്റി സംസാരിക്കാം, സിദ്ധാർത്ഥ് പറഞ്ഞു. അന്നേരം ഗീത പറയുന്നുണ്ട്, ഈ കാര്യത്തെപ്പറ്റി നീ എൻ്റെ അടുത്ത് സംസാരിക്കേണ്ട ആവശ്യമില്ല എന്ന് ഗീത പറയുന്നുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും നീ അവളുടെ കൂടെ താമസിക്കുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമില്ല, ഇത് ഞാൻ സമ്മതിക്കില്ല എന്ന് ഗീത പറയുന്നുണ്ട്. അന്നേരം സിദ്ധു പറയുവാണ്, അമ്മയൊന്ന് നിർത്തുന്നുണ്ട്, അല്ലെങ്കിൽ തന്നെ എനിക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുക. അപ്പോഴാ അമ്മയുടെ ഈ ഒരു രീതിയിലുള്ള സംസാരം എന്ന് സിദ്ധാർത്ഥ് ദേഷ്യത്തോടെ പറയുന്നുണ്ട്. അന്നേരം ഗീത പറയുന്നുണ്ട്, സിദ്ധു, ഞാൻ നിന്റെ അമ്മയാണ്, എന്നോട് വരെ അവൾക്ക് വേണ്ടി നീ ദേഷ്യത്തിൽ സംസാരിച്ചു, അവൾക്ക് വേണ്ടി എൻ്റെ അടുത്തും എതിർത്ത് സംസാരിക്കാൻ തുടങ്ങി എന്ന് ഗീത പറയുന്നുണ്ട്. അന്നേരമാണ് സിദ്ധാർത്ഥ് ആലോചിക്കുന്നത്, ഞാൻ നീലിമയ്ക്ക് വേണ്ടി എൻ്റെ അമ്മയുടെ അടുത്ത് വരെ ഞാൻ ദേഷ്യത്തോടെ പെരുമാറി തുടങ്ങിയെന്ന്. എന്നിട്ട് അമ്മയെ നോക്കി സിദ്ധാർത്ഥ പറയുകയാണ്, അമ്മേ, ഞാൻ ഇങ്ങനെയൊക്കെ പറയണമെന്ന് കരുതിയതല്ല, അമ്മ എന്നെ വിശ്വാസമില്ലാതെ ഓരോന്ന് കുത്തി കുത്തി പറയുന്നത് കൊണ്ട് ഇങ്ങനെ ഞാൻ പറഞ്ഞു പോയതാണെന്ന് സിദ്ധാർത്ഥ പറയുന്നുണ്ട്. അന്നേരം ഗീത പറയുവാണ്, ഞാൻ കുത്തി കുത്തി സംസാരിക്കുന്നത് തന്നെ നീ കാരണമല്ലേ, ആ പെണ്ണിനെ വീട്ടിൽ കയറ്റി താമസിക്കേണ്ട കാര്യം എന്തായിരുന്നു നിനക്ക്? ഗീത ചോദിച്ചു. അപ്പോൾ സിദ്ധാർത്ഥ പറയുന്നുണ്ട്, ഞാനിവിടെ 100 കൂട്ടം പണിയിലാണ്, നമുക്ക് ഈ കാര്യത്തെപ്പറ്റി പിന്നെ സംസാരിക്കാമെന്ന്. സിദ്ധാർത്ഥ അവൻ്റെ ശ്രദ്ധ ലാപ്ടോപ്പിലേക്ക് മാറ്റി. ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായപ്പോൾ ഗീത അവിടെ നിന്ന് എഴുന്നേറ്റു. എന്നിട്ട് ഗീത പറയുവാണ്, നീലിമയെ പോലെ ഒരു കുട്ടിയുള്ള പെണ്ണിനെ വിശ്വകുടുംബത്തിൽ കയറ്റി താമസിക്കാമെന്ന് നീ വിചാരിക്കേണ്ടെന്ന്. അങ്ങനെ വല്ല ഉദ്ദേശം നിനക്കുണ്ടെങ്കിൽ ഇപ്പോഴേ അതൊക്കെ മാറ്റി വെക്കുകയെന്ന് ഗീത സിദ്ധുവിനോട് പറയുന്നുണ്ട്. അവൻ അപ്പോൾ നീലിമയെക്കുറിച്ച് ആലോചിച്ചു. അന്നേരം സിദ്ധാർത്ഥ പറയുന്നുണ്ട്, ആർക്കും നാണക്കേട് വരുത്തുന്ന രീതിയിലൊന്നും സിദ്ധാർത്ഥ ചെയ്തിട്ടില്ല എന്ന് സിദ്ധു പറയുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം ഗീത അവിടെ നിന്ന് പോയപ്പോൾ വിശ്വസ്തയോടെ സിദ്ധാർത്ഥ ഓരോ കാര്യങ്ങൾ ആലോചിക്കുകയാണ് ചെയ്യുന്നത്. അന്നേരം ആലോചിക്കുവാണ്, നീലിമയെ വിവാഹം കഴിച്ച കാര്യം അമ്മ അറിഞ്ഞാൽ അതൊരിക്കലും അംഗീകരിക്കില്ല, അമ്മ ഒരിക്കലും അംഗീകരിക്കാൻ പോകുന്നുമില്ലെന്ന് സിദ്ധാർത്ഥ ആലോചിക്കുവാണ്. എന്നിട്ട് ആലോചിക്കുവാണ്, ഇനി നീലിമയെ ഒരിക്കലും ഇനി കൈവിടില്ല എന്ന് സിദ്ധാർത്ഥ ആലോചിച്ചിരിക്കുവാണ്. നീലിമയെ വിവാഹം കഴിച്ചാൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് അവൻ വിചാരിച്ചിരുന്നു. അവൾക്ക് വേണ്ടി ഇത്രയും രൂക്ഷമായി സംസാരിക്കേണ്ടി വരുമെന്ന് അവൻ കരുതിയില്ല. എന്തു വന്നാലും വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് അവൻ തീരുമാനിച്ചു. അപ്പോഴാണ് അവന്റെ ഒരു അസിസ്റ്റന്റ് അവിടേക്ക് കയറി വരുന്നത്. സിദ്ധാർത്ഥിന്റെ നേർക്ക് നോക്കിയിട്ട് ആ അസിസ്റ്റന്റ് പറയുവാണ്, സാർ, ഈ ഫയൽ ഒന്ന് ചെക്ക് ചെയ്യാവോ എന്ന്. സിദ്ധാർത്ഥ് ഫയൽ വാങ്ങി. എന്നിട്ട് ചോദിക്കുവാണ്, ഇതെന്ത് ഫയലാ? ഇന്ന് വൈകിട്ടുള്ള മീറ്റിംഗിന്റെ പ്രസന്റേഷൻ ആണെന്ന് പറയുന്നുണ്ട് അസിസ്റ്റന്റ്. സാർ ഓക്കെ പറഞ്ഞാൽ ഇത് ഫോർവേഡ് ചെയ്യാമായിരുന്നു. എന്നിട്ട് ദേഷ്യത്തോടെ ആ ഫയൽ തിരിച്ചു നൽകിയിട്ട് പറയുകയാണ്, ആ മീറ്റിംഗ് ഇന്ന് ക്യാൻസൽ ചെയ്തേക്കെന്ന്, ഞാൻ ഇന്നൊരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നില്ല. സിദ്ധാർത്ഥ് പറഞ്ഞത് കേട്ട് അസിസ്റ്റന്റ് ഞെട്ടി നിൽക്കുകയാണ് ചെയ്യുന്നത്. അസിസ്റ്റന്റ് അപ്പോൾ ആലോചിക്കുന്നുണ്ട്, ഒരിക്കൽ പോലും ഒരു കാര്യവും മാറ്റി വെക്കുന്ന ഒരു വ്യക്തിയല്ല, ഒരു മീറ്റിംഗ് അങ്ങനെ മാറ്റി വെച്ചിട്ടില്ല, പിന്നെ എന്താ ഇപ്പോൾ പറ്റിയതെന്ന് ആലോചിക്കുന്നുണ്ട്. അതിനിടയ്ക്ക് അസിസ്റ്റന്റ് എന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അതിനൊന്നും തയ്യാറാകുന്നില്ല സിദ്ധാർത്ഥ്. എനിക്ക് വേറെ കുറച്ച് പണിയുണ്ട്, അപ്പോൾ വേറെ ഒരു തരത്തിലുള്ള മീറ്റിംഗ് എനിക്ക് ഇന്ന് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് നിൽക്കുവാണ് അവിടെ. സിദ്ധാർത്ഥ് അപ്പോഴും നീലിമയെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. വീട്ടിൽ അമ്മ ചെന്നതിന് ശേഷം നീലിമ വല്ലാണ്ട് വിഷമിക്കുന്നുണ്ടായിരിക്കും, അവളെക്കുറിച്ച് ഓർത്തിരിക്കുവാണ്. എന്തായിരുന്നാലും ഓഫീസിലെ ജോലികളെല്ലാം കുറച്ച് ഒതുക്കിയല്ലോ, ഇനി വീട്ടിലേക്ക് മടങ്ങാം, നീലിമയെ കാണുക എന്ന ഒരു ഉദ്ദേശം മാത്രമേ സിദ്ധുവിനുണ്ടായിരുന്നുള്ളൂ. അവൻ വീട്ടിലെത്തി ഹാളിലും മുറിയിലും എല്ലാം തിരഞ്ഞെങ്കിലും നീലിമ അവിടെയൊന്നും ഉണ്ടായിരുന്നില്ല. സിദ്ധാർത്ഥ് മുകളിലത്തെ മുറികളിലും പോയി അന്വേഷിച്ചു, അവളെ അവിടെയും കാണാനില്ല. നീലിമയെ കാണാത്ത വിഷമത്തിൽ നിൽക്കുമ്പോഴത്തേക്കാണ് നീലിമ സിദ്ധുവിന്റെ ഓഫീസ് റൂമിന്റെ അടുത്തേക്ക് നിൽക്കുന്നത് കാണുന്നത്. സാധാരണ ഓഫീസ് കാര്യങ്ങൾ മാത്രമേ ആ മുറിയിലേക്ക് കടക്കാൻ അവൻ അനുവദിക്കുള്ളൂ. പക്ഷെ നീലിമയെ അവിടെ കണ്ടപ്പോൾ സിദ്ധാർത്ഥ്
സിദ്ധാർത്ഥിന്റെ ഉള്ളിൽ ഒരു ദേഷ്യവും തോന്നിയില്ല. അന്നേരം സിദ്ധാർത്ഥ് ചോദിക്കുന്നുണ്ട്, എന്താ നീലിമ നീ ഇവിടെ? അന്നേരം നീലിമ പറയുന്നുണ്ട്, അത് ഞാൻ പുസ്തകങ്ങൾ കണ്ടപ്പോൾ ഒന്ന് നോക്കാൻ കയറിയതാണെന്ന്. അങ്ങനെ നീലിമ പറഞ്ഞു. അവളുടെ മുഖത്ത് ഒട്ടും തെളിച്ചമില്ലെന്ന് കണ്ടപ്പോൾ, എന്നിട്ട് കിട്ടിയോ? നീലിമ ആ കിട്ടിയെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് സിദ്ധാർത്ഥ് പറയുന്നുണ്ട്, എങ്കിൽ വാ ഇവിടെ ഇരിക്ക് എന്ന് നീലിമയോട് പറയുന്നുണ്ട്. സിദ്ധാർത്ഥ് അവളെ ഓഫീസ് റൂമിലേക്ക് ക്ഷണിച്ചു. എന്നിട്ട് പറയുവാണ്, എങ്കിൽ വാ ഇവിടെ ഇരിക്ക് എന്ന് പറഞ്ഞു. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അമ്മ ഇവിടേക്ക് വന്നിരുന്നു അല്ലേ എന്ന് നീലിമയോട് ചോദിക്കുന്നുണ്ട്. സിദ്ധാർത്ഥ് ചോദിക്കുമ്പോഴും അവളുടെ മുഖത്ത് ഒരു വിഷമത്തിന്റെ ഭാവമാണ്. നീലിമയുടെ വാടിയ മുഖം കണ്ട് സിദ്ധാർത്ഥ് ചോദിച്ചു, എന്താ അമ്മ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? അമ്മ മോശമായിട്ടൊന്നും സംസാരിച്ചിട്ടില്ല. ഞാൻ സിദ്ധാർത്ഥിന്റെ കൂടെ താമസിക്കുന്നത് ആർക്കും ഇഷ്ടമല്ലെന്ന് എനിക്കറിയാം. ആ ഒരു ഇഷ്ടക്കേട് അമ്മയുടെ മുഖത്തുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ എനിക്ക് എന്തോ ഒരു പേടിയും ഭയവും ഒക്കെ ഉണ്ടായിരുന്നു. അന്നേരം സിദ്ധാർത്ഥ് പറയുന്നുണ്ട്, അതാണോ, അത് കാര്യമാക്കണ്ടെന്ന്. അന്നേരം സിദ്ധാർത്ഥ് പറയുന്നുണ്ട്, അമ്മ എന്തെങ്കിലും എടുത്തടിച്ച് പറയാറേ ഉള്ളൂ, പക്ഷെ പാവമാണെന്ന്. എന്നിട്ട് നീലിമ പറയുന്നുണ്ട്, അമ്മ എന്നോട് മോശമായിട്ടൊന്നും സംസാരിച്ചില്ല, നല്ല രീതിയിലാണ് പെരുമാറിയതെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നീലിമ പറഞ്ഞു. എന്നിട്ട് വീണ്ടും സിദ്ധാർത്ഥ് ചോദിക്കുന്നുണ്ട്, പിന്നെന്തിനാ നിന്റെ മുഖം ഇങ്ങനെ കടന്നൽ കുത്തിയതുപോലെ ഇരിക്കുന്നത്? അന്നേരം നീലിമ പറയുന്നുണ്ട്, ഞാൻ വെറുതെ ഓരോന്ന് ആലോചിച്ചിരിക്കുവായിരുന്നു എന്ന്. പെട്ടെന്ന് ഇവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നാലോ, അതുകൊണ്ട് മറ്റൊരു വീട് കണ്ടെത്തിയേ പറ്റൂ എന്ന് നീലിമ പറയുന്നുണ്ട്. അവൾ അങ്ങനെ പറഞ്ഞത് സിദ്ധുവിന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അന്നേരം സിദ്ധാർത്ഥ് പറയുന്നുണ്ട്, നീയും മോനും എന്ത് കാരണവശാലും ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റില്ല. നീയും മോനും ഒരിക്കലും ഇവിടെ നിന്ന് ഇറങ്ങേണ്ടി വരില്ല, ആ ഉറപ്പ് ഞാൻ തരാം. അത് കേട്ടപ്പോൾ അവൾക്ക് അല്പം ഒരു സന്തോഷം തോന്നി. അത് കേട്ടപ്പോൾ നീലിമയ്ക്ക് കുറച്ചൊരു ആശ്വാസമാകുന്നുണ്ട്. അതിനുശേഷം നീലിമ പറയുന്നുണ്ട് സിദ്ധുവിനോട്, സിദ്ധാർത്ഥ്, നിങ്ങൾ എൻ്റെ കാര്യത്തിന് വേണ്ടി അമ്മയോട് വഴക്കിടേണ്ട ആവശ്യമൊന്നും ഇല്ല. ഞാനും മോനും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നതാണ് സന്തോഷമെങ്കിൽ ഞാൻ അങ്ങനെ തന്നെ ചെയ്തോളാം എന്ന് പറയുന്നുണ്ട്. അന്നേരം സിദ്ധാർത്ഥ് പറയുവാണ്, നിന്നെ ഉപേക്ഷിച്ചിട്ട് കിട്ടുന്ന ഒരു സന്തോഷം എനിക്ക് വേണ്ട. ഈ ജന്മം എനിക്ക് നിന്നെ വേണ്ടു, സിദ്ധാർത്ഥിന്റെ മനസ്സ് പറഞ്ഞു. പക്ഷെ അവളോട് അത് തുറന്നു പറയാൻ അവന്റെ ഈഗോ സമ്മതിക്കുന്നില്ല. എന്നിട്ട് നീലിമയോട് പറയുന്നുണ്ട്, നീ ഒരുപാടൊന്നും ആലോചിച്ച് കാട് കയറണ്ട, അമ്മയെ ഞാൻ ഹാൻഡിൽ ചെയ്തോളാന്ന്. മാഡത്തിന്റെ ജോലി ചെയ്താൽ മതിയെന്ന് സിദ്ധാർത്ഥ് പറഞ്ഞു. അപ്പോൾ നീലിമ പറയുന്നുണ്ട്, അതല്ല സിദ്ധാർത്ഥ്. എന്നിട്ട് സിദ്ധാർത്ഥ് ഒരു പുസ്തകം എടുത്ത് അവളുടെ നേർക്ക് നീട്ടി. മിസ്സിസ് സിദ്ധാർത്ഥ്, ഒരു കാര്യത്തെപ്പറ്റി ആലോചിക്കണ്ട, പോയിരുന്ന് ഈ പുസ്തകം വായിക്ക്. അത് കേട്ട് നീലിമയുടെ മുഖത്തെ സങ്കടം മാറി. എന്നിട്ട് നീലിമ പറയുവാണ്, സിദ്ധാർത്ഥ്, നിങ്ങൾ എനിക്ക് വേണ്ടി ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നീലിമ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഇതിനു പകരമായി എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ഞാൻ ചെയ്യാമെന്ന്. നീലിമ ഒരു ആവേശത്തിന്റെ പുറത്താണ് അത് പറയുന്നത്. അവൾ അത് പറഞ്ഞത് കേട്ടപ്പോൾ സിദ്ധാർത്ഥിന്റെ മുഖത്ത് ചെറിയ രീതിയിലൊരു ദേഷ്യം വരുന്നു. അന്നേരം സിദ്ധാർത്ഥ് ചോദിക്കുന്നുണ്ട്, അല്ല നീ കുറേ ദിവസം കൊണ്ട് പറയുന്നല്ലോ പകരം തരാന്ന്, മാത്രമുള്ള കഴിവൊക്കെ നിനക്കുണ്ടോ എന്ന് സിദ്ധാർത്ഥ് ചോദിച്ചു. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല പറഞ്ഞതെന്ന് നീലിമ പറയുന്നുണ്ട്. ഓ, ഇതിനൊക്കെ പകരം നിന്റെ ശരീരം എനിക്ക് തരാമെന്നാണോ നീ പറയുന്നേ? സിദ്ധാർത്ഥ് അങ്ങനെ ചോദിക്കുമെന്ന് നീലിമ ഒട്ടും കരുതിയതല്ല. സിദ്ധാർത്ഥ് കുറച്ചു നേരത്തെ വളരെ കരുതലോട് സംസാരിച്ചത് കൊണ്ടാണ് ഒരു ആവേശത്തിൽ പറഞ്ഞു പോയതാണ് നീലിമ. ഇത് കേട്ടപ്പോൾ അവൾക്കൊന്നും വേണ്ടിയിരുന്നില്ല എന്ന് തോന്നി. ചില നേരത്ത് അടുപ്പമുള്ളതുപോലെയും ചില നേരത്ത് ഒട്ടും പരിചയമില്ലാത്തതുപോലെയൊക്കെ പെരുമാറുന്നു. ഒന്നും മനസ്സിലാകുന്നില്ല. നീലിമ അവനെ കുറച്ച് ആശയക്കുഴപ്പത്തിലായിട്ട് നോക്കി. അവൻ എപ്പോൾ ദേഷ്യം വരുമെന്നോ എപ്പോൾ സോഫ്റ്റായിട്ട് സംസാരിക്കുന്നുവെന്നോ ഒന്നും മനസ്സിലാകുന്നില്ല. എല്ലാം ഒരു ആശയക്കുഴപ്പത്തോടെയാണ് നീലിമ കാണുന്നത്.